കൊച്ചിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കും. DCP ജുവനപ്പുടി മഹേഷാണ് അന്വേഷണ ചുമതല. വീട്ടമ്മയ്ക്ക് ലഭിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2,88,00,000 രൂപയാണ് വീട്ടമ്മയ്ക്ക് നഷ്ടമായത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിനേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ മട്ടിലുള്ള തട്ടിപ്പുകൾ, അതിൽ വിശ്വസിക്കരുത് എന്നുള്ളത്. പക്ഷേ എന്നാലും തട്ടിപ്പിൽ പെടുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ എന്തൊക്കെ നടപടികളിലേക്കാണ് ഇനി പോലീസ് കടക്കുന്നത്? കൊച്ചിന് ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. അവർ ഇന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. 5 പേർക്കെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വെയർഅബൌട്ട്സ് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ആദ്യഘട്ടം. ഒപ്പം ഈ വീട്ടമ്മയ്ക്ക് ലഭിച്ച ഫോൺ കോളുകൾ, അതിന്റെ നമ്പറുകൾ ട്രേസ് ചെയ്യാനുള്ള ശ്രമം നടത്തും. ബാങ്ക് അക്കൗണ്ടുകൾ പല ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ വീട്ടമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷനിലൂടെയാണ് പണം നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തും. ഇത് മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അത് ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ അങ്ങനെ സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് എത്താനാകുകയുള്ളൂ. എന്തായാലും പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഈ കേസ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത് പിന്നാലെ വീണ്ടും കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് നടന്നിരുന്നു. ഇന്നലെ ഒരു 95,000 രൂപ മറ്റൊരു വീട്ടമ്മയ്ക്ക് നഷ്ടമായിരുന്നു. അങ്ങനെ ഈ ബോധവൽക്കരണവും കേസെടുക്കലും അന്വേഷണവും ഒക്കെ നടക്കുമ്പോഴും എല്ലാ ദിവസവും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ആളുകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ ഒരു പുതിയ പ്രവണത വരുന്നത് സിം കാർഡ് എന്ന പേരിലുള്ള തട്ടിപ്പാണ്. അതിലും കൂടുതൽ ജാഗ്രത ആളുകൾ പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എന്നോണം ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്ത വരുന്നുണ്ട്. വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ വിളിച്ച് നിങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട്, നിങ്ങൾ അറസ്റ്റ് ഇരുത്തുകയാണ്, നിങ്ങൾ പൈസ തന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉടായ്പ പറയുന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും തന്നെ വാർത്ത കൊടുക്കുന്നുണ്ട്, അതിനെപ്പറ്റി ബോധവൽക്കരണം പറയുന്നുണ്ട്. പിന്നെയും നമ്മൾ പോയി ആ കുഴി പോയി വീഴുക, ലക്ഷങ്ങളും കോടികളും കൊടുക്കുക എന്നൊക്കെ പറയുന്ന എന്തൊരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല രാജ്യത്തിന്. സംഭവമില്ല. ചിലരൊക്കെയാണ് ഇരിക്കുന്നിടത്ത് അങ്ങ് ഇരിക്കും, പിന്നെ എഴുന്നേൽക്കുകയല്ല വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഉന്നത ഉദ്യോഗസ്ഥരും ബോധം കൊണ്ടുവരുന്ന ആൾക്കാർ വിചാരിക്കുന്ന ഒരു വീട്ടിന് പുറത്തിറങ്ങാതെ അനങ്ങാതെ ഇരിക്കുന്ന പറയാം. എന്തൊരു അവസ്ഥയാണ്. അങ്ങനെ ഇല്ല. ചുമ്മാ പോയി നമ്മളായിട്ട് പോയി കെണിയിൽപ്പെടുത്തു പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കെണിപ്പെടുത്താൻ തട്ടിപ്പാറുണ്ട്. തട്ടിപ്പ് പെടല്ലേ, കുറച്ച് ബുദ്ധി കാണിക്കും അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.